ഹലോ എവ്രി വൺ. സോ നമ്മുടെ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് നമ്മുടെ രസകാളനാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല നമുക്ക് എത്ര പേർക്ക് ഇത് അറിയാമെന്നുള്ളത്, പക്ഷേ മിക്ക വീടുകളിലും ചെയ്യുന്നത് തന്നെയാണ്. ഇത് കൂടുതലും നമ്മൾ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് സദ്യക്ക് വിളമ്പുന്നത് രസകാളനാണ് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിലെ ഫേമസ് ആയിട്ട് നമുക്ക് എപ്പം ചോറുണ്ടായാലും അവിടുത്തെ സദ്യ കഴിച്ചാലും അവിടെ നമുക്ക് വിളമ്പുന്നത് ഈ രസകാളനാണ്. നമ്മുടെ പുളിശ്ശേരിക്കകത്തൊക്കെയാണ് നോർമലി വെള്ളരിക്ക ഇടുക, പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് വേർഷനാണ്. കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചട്ടിയിൽ കുമ്പളങ്ങയും വെള്ളരിക്കയും ഞാൻ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കടുക് വറുത്തതിന് ശേഷം കുമ്പളങ്ങയും വെള്ളരിക്കയും ഇട്ട് എണ്ണയിൽ നന്നായിട്ട് ഒന്ന് വഴിച്ചാൽ അതിന് ശേഷം ആവശ്യത്തിന് എത്രയാണോ എരിവ് ആവശ്യം അതിൻ്റെ ബേസ് ചെയ്തിട്ട് മുളക് ഇടുക. മുളക് ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുള്ളത് ഒരെണ്ണം ജസ്റ്റ് അരിഞ്ഞിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അധികം എരിവ് ഇടാത്തതായിരിക്കും നല്ലത്. അങ്ങനെ അത് ഒന്ന് സോട്ടായി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് വെന്ത് വരാനുള്ള ഉപ്പാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കണേ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പം വേവിച്ചെടുക്കുന്നതിനോടൊപ്പം ഞാൻ അതിനകത്തോട്ട് 2 കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ ശർക്കരയാണ്, അതുപോലെ തന്നെ ചെറുതായിട്ട് ഒരു പുളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് അതിനകത്താണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, നല്ല രീതിയിൽ ഈ മത്തങ്ങയും കുമ്പളങ്ങയും വേവിച്ചെടുക്കണം. അപ്പോൾ എരിവുണ്ടാവും, മധുരം ഉണ്ടാവും, അതുപോലെ തന്നെ പുളി ഉണ്ടാവും. എല്ലാ ഒരു എന്താ പറയുക ടേസ്റ്റും ഇതിനകത്ത് ആഡ് ഓൺ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് അതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് തേങ്ങ നല്ല രീതിയിൽ അരച്ചിട്ട്, അപ്പോൾ അതിൽ നമ്മൾ നോർമലി അരയ്ക്കണ പോലെ ജീരകം, കുറച്ചൊരു ഉലുവ, ജീരകവും ഒക്കെ ചേർത്തിട്ട് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഇത് ലൈക്ക് തേങ്ങ അരപ്പാക്കി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ രസകാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട് അടുത്ത് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നല്ല കട്ട തൈരാണ്. അത് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് വേറൊരു ഫ്ലേവർ തന്നെ ഇതിനകത്ത് വരും. എത്രത്തോളം നല്ല കട്ടിക്ക് തൈര് ആഡ് ചെയ്യാമോ അത്രയും കട്ടിക്ക് തന്നെ തൈര് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രസകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം.